ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു നിർത്തിയത് സിക്ക് പകരം സ്പ്രൈറ്റ് വരുന്നതായിട്ടാണ്. അങ്ങനെ അതിനുശേഷം മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സെറ്റിൽ തന്നെ നമ്മുടെ സ്പ്രൈറ്റിന് ടീമിന് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. സെക്കൻഡ് സെറ്റ് ആകുമ്പോഴത്തേക്കും രണ്ട് ടീമും ഈക്വൽ ആവുന്നുണ്ട്. അപ്പോഴേക്കും ഇവർക്ക് ബ്രേക്ക് കൊടുക്കുകയാണ്. കോച്ച് എല്ലാവരെയും വിളിച്ചിട്ട് അടുത്ത ലെവല് നമ്മുടെ പ്ലാൻ അനുസരിച്ച് വേണം കളിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. നമ്മുടെ ഡെഡും സ്പ്രൈറ്റും ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോവാണ്. സാൽമോണെന്നുണ്ടെങ്കിൽ ടെൻഷനായിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മാച്ച് തോറ്റു പോകുന്നൊക്കെ കോച്ചിനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ മാച്ചിന് തോറ്റത് ഇവൻ കാരണമായിരുന്നില്ലേ. ഇപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കളിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. സെറ്റ് 4 ആകുമ്പോഴത്തേക്കും രണ്ട് ടീമും ഈക്വൽ ആവാണ്. എനിക്ക് ഈ വോളിബോളിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല, അതുകൊണ്ട് ഈ റൂൾസിനെ പറ്റി എനിക്കറിയത്തില്ല. രണ്ട് ടീമും ഈക്വൽ ആയത് കാരണം രണ്ട് ടീമിനും ഓരോ ചാൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റ് എറിയുന്ന ബോളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ടീമാണെന്നുണ്ടെങ്കിൽ വിൻ ചെയ്യാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പാർട്ടിയാണ്. ഇവർ വിൻ ചെയ്തല്ലേ, അതിൻ്റെ പാർട്ടിയാണ്. എൻ്റെ ഇടയ്ക്ക് വെച്ച് കോച്ച് പറയുന്നുണ്ട്, നിങ്ങൾ കുറേ കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ റിവാർഡ് തരാൻ വേണ്ടി പോവാണ്. 3 ദിവസം നിങ്ങൾക്ക് ബ്രേക്കാണ്, 3 ദിവസം നിങ്ങൾ പ്രാക്ടീസിന് വരണ്ടെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് സാൽമൺ സിയെ വിളിക്കുന്നുണ്ട്. നീ ഓക്കെ അല്ലേ, നീ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെയല്ലേ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ്, അതൊക്കെ പോട്ടെ, മാച്ച് എന്തായെന്ന് സി ചോദിക്കുമ്പോൾ നമ്മുടെ ടീം തന്നെയാണ് വിൻ ചെയ്തത്, എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു, എസ്പെഷ്യലി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇവ കോള് കട്ടിയുന്നുണ്ട്. അതിനുശേഷം അവൾ വരുന്നത് സ്പ്രൈറ്റിൻ്റെ അടുത്തേക്കാണ്. വന്നപാടെ തന്നെ സ്പ്രൈറ്റിനെ മാറ്റി നിർത്തിയിട്ട് ഇന്ന് നൈറ്റ് ഞാൻ സിയുടെ അടുത്തേക്ക് പോവാണ്, നീ അതുകൊണ്ട് ഇന്ന് ഡോമിൽ തന്നെ താമസിക്കണം, അതേപോലെ തന്നെ താങ്ക്സും പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ സാമ്പൈര എന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് ഭയങ്കരമായിട്ടൊക്കെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോമ എന്നുണ്ടെങ്കിൽ നമ്മുടെ കോച്ചിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഇന്ന് നൈറ്റ് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം, ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ കോച്ച് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് കിടക്കുവാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്ത് മിണ്ടാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷെ അവനാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് അങ്ങ് മാറി പോവാണ്. ഇവിടെ നമ്മുടെ ഡെഡ് ആണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വെള്ളം അടിക്കുന്നത്. അതേപോലെ തന്നെ സാം ആണെന്നുണ്ടെങ്കിൽ കുടിച്ച് ലെക്കിട്ട അവസ്ഥയിലാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ സാമിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാറിന്റെ അവിടെ നിൽക്കുകയാണ്. അവിടേക്കാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്പ്രൈറ്റും കൂടി ചേർന്നിട്ട് സാമിനെ താങ്ങി പിടിച്ചുകൊണ്ടുവരാണ്. എന്തിനാ സി എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്, ഞാൻ ഓക്കെയാണ്, എനിക്ക് നടക്കാൻ അറിയാന്നൊക്കെ നമ്മുടെ സാം പയ്യൻ പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ അടുത്ത് എത്തുമ്പോഴും തൻ്റെ അടുത്ത് നമ്മുടെ സ്പ്രൈറ്റ് ചോദിക്കുന്നുണ്ട്, നിന്നെ കൊണ്ട് പറ്റുമോ ഇവനെ നോക്കാനെന്നൊക്കെ. ഇവനെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയെ സാമിനെ കാറിൽ കയറ്റിയിട്ട് തന്നെ ഭയം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. തന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവനെ വിശ്വസിക്കാൻ കൊള്ളാമെന്നൊക്കെ ഫസ്റ്റ് സ്പ്രൈറ്റിനോട് ചോദിക്കുന്നുണ്ട്. അവനെ വിശ്വസിക്കാൻ കൊള്ളാം, അവൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയാണ്. ഓ, അവൻ നിന്റെ ഫ്രണ്ടാണോ, എന്നിട്ട് ഇതുവരെ അവനെ പറ്റി നീ എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഫസ്റ്റ് ചോദിക്കുമ്പോൾ അയ്യോ പെട്ടെന്നുള്ള മട്ടി നിൽക്കുകയാണ് നമ്മുടെ സ്പ്രൈറ്റ്. അതൊന്നുമില്ല, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, പാപ്പ പോവാന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ഫസ്റ്റിനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനും കാണിക്കുന്ന ടോമിനെയാണ്. ടോം കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നേരെ വന്നിരിക്കുന്ന അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. വന്ന് നോക്കുമ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ്. അമ്മയെ വിളിച്ചു കിടത്താതെ അവനും അങ്ങനെ അങ്ങ് അമ്മയെ ഹഗ് ചെയ്ത് കിടക്കുവാണ്. അതേസമയം ഇവിടെ കുടിച്ച് ലെക്ക് ഇട്ടാൽ നമ്മുടെ മൈക്കിനെയും കൊണ്ട് ജാക്ക് റൂമിലേക്ക് വരുന്നുണ്ട്. വന്നപാടെ തന്നെ അവനെ കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് പുറപ്പൊക്കെ ഇട്ട് പുതച്ചു കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് വലിച്ച് അവനെ ഹഗ് ചെയ്തിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, നീ എന്നെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ വെച്ച് നമ്മുടെ ജാക്കിനെ കിസ് ചെയ്യാണ്. ഒരു പ്രാവശ്യം കിസ് ചെയ്തതിന് ശേഷം അടുത്ത തവണ കിസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മൾ ജാക്കാന്നുണ്ടെങ്കിൽ വേണ്ട നിർത്തം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്ക് നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ പ്ലീസ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അത് ചെയ്യാമെന്നാണ് ചോദിക്കുകയാണ്. ഇതേക്ക് നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നീ ഇപ്പോൾ ഉറങ്ങാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊതിപ്പിച്ചിട്ട് നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ മാറിപ്പോയിരിക്കുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തിങ്ക് ചെയ്യാണ്. അതേസമയം ഇവിടെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഫസ്റ്റിനെ കാണുന്നില്ല. ഫസ്റ്റിനെ കാണാത്തപ്പോൾ തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് എപ്പോഴും ഒരു സ്ഥലത്ത് പോയിരിക്കുമല്ലോ, ആ ഒരു സ്ഥലത്തേക്കാണ് പിന്നെ അവൻ ചെല്ലുന്നത്. നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫസ്റ്റ് അവിടെ തന്നെയുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ വലിയൊരു ചെയറിന്റെ പുറത്ത് കയറിയിരിക്കുകയാണ്. അടുത്തേക്ക് വന്നിട്ട് സ്പ്രൈറ്റ് ചോദിക്കുന്നുണ്ട്, നീ ഒരുപാട് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നേന്നൊക്കെ. ആര് ഡ്രിങ്ക് ചെയ്ത്, ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടില്ല, നീയാണ് ഡ്രിങ്ക് ചെയ്തത് നമ്മുടെ ഫസ്റ്റും പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സ്പ്രൈറ്റിന് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ദേഷ്യത്തിലാണെന്ന്. നമ്മുടെ സ്പ്രൈറ്റ് വന്നിട്ട് അടുത്ത് കിടക്കുന്ന ചെയർ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ മിക്കപ്പോഴും ഇവിടേക്ക് വന്നിരിക്കാറുണ്ടല്ലോ, ഇവിടെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നൊക്കെ. ഇവിടെ വന്നിരിക്കുമ്പോഴേ എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു ഫസ്റ്റ് പറയുമ്പം. അതെന്താ, നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ, നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണെന്ന് തോന്നുന്നല്ലോ, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നമ്മുടെ സ്പ്രൈറ്റ് പറയുമ്പോഴേ ഇത് സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ്. ശരിക്കും നിനക്ക് എൻ്റെ മേൽ ഫീലിങ്സ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ അകപ്പാട് വിഷമാകുന്നുണ്ട്. അവനാന്നുണ്ടെങ്കിൽ അത്രമാത്രം നമ്മുടെ ഫസ്റ്റിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അവനാന്നുണ്ടെങ്കിൽ എന്ത് പറ്റി നീ ഇപ്പം അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പറയുന്നത്, നീ ആദ്യമൊക്കെ എന്നെ കെയർ ചെയ്യത്തില്ലായിരുന്നു, പിന്നെ ഇപ്പോൾ തൊട്ടാണ് നീ എന്നെ കെയർ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നോക്കി നീ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ നീ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല. ചില സമയത്ത് നീ എൻ്റെ അടുത്ത് മിണ്ടും, എൻ്റെ തലയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. സത്യം പറയാ ചെയ്യും, നിനക്ക് എന്താണ് എൻ്റെ അടുത്ത് നിന്ന് വേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ട് ഇവന് ഉദ്ദേശിക്കുന്നത് സിയുടെ കാര്യമാണ്.
സി വരുമ്പോഴാണല്ലോ ഇവൻ്റെ അടുത്ത് മിണ്ടാത്തത്. അതേസമയം നമ്മുടെ സ്പ്രൈറ്റ് വരുമ്പോൾ ഇവനെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ജസ്റ്റ് സോറി മാത്രമല്ലേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു സോറി മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തീരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ പെട്ടെന്ന് അവിടെ ഇറങ്ങി പോകാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞാനിപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. എന്നാലും നീ അറിഞ്ഞിരിക്കണം, നിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പേഴ്സണ് നിന്റെ അടുത്ത് കോൾഡായിട്ട് പെരുമാറുകയെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും അത് മനസ്സിൽ വെക്കാൻ പാടില്ല. അതേസമയം നിന്നെ കെയർ ചെയ്യുന്ന പേഴ്സണാണ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നെങ്കിൽ നീ അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെ ഫസ്റ്റിനാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടും രണ്ടാളാണ്, നീ തന്നെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഫസ്റ്റിൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടുപേരും ഒന്ന് തന്നെയല്ലേ, ഒരു CL ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് നീ എന്തോ പറയുന്നതെന്ന്. ഇദ്ദേഹം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആലോചിച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഫസ്റ്റിനെ പിടിച്ചും കിസ് ചെയ്യാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറി പോകുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ നേരെ പിടിച്ചെന്ന് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കിസ് ചെയ്ത് നേരെ റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഗൈസ്, രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം കിടക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്നുണ്ടെങ്കിൽ ബാൽക്കണി വെച്ചൊരു കാര്യം പറഞ്ഞില്ലേ, അതെന്തായിരുന്നു എന്ന്. അതിനെ പറ്റിയൊന്നും നീ ഇപ്പോൾ തിങ്ക് ചെയ്യണ്ട, അത് നീ പേഴ്സണലായിട്ടൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റിൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്ന് ഹഗ് ചെയ്ത് അങ്ങനെ അങ്ങ് കിടക്കുവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സാമിനെയാണ് കാണിക്കുന്നത്. സാം ഇന്നലെ നൈറ്റ് തൻ്റെ കൂടെ കുടിച്ച് ലെക്കായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ആള് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഡ്രസ്സ്. ഞാനിത് എവിടാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ട പാടെ തന്നെ തന്നാന്നുണ്ടെങ്കിൽ വായൊക്കെ കഴുകുന്നുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നിന്റെ തലവേദന കുറവുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ ആ തലവേദനയൊക്കെ കുറവുണ്ട്, ഞാനിവിടെ എങ്ങനെയാണ് തന്നെ വന്നതെന്ന് പറഞ്ഞ് നമ്മൾ സാം ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് ഞാൻ CA വിളിച്ചിട്ടുണ്ടായിരുന്നു. CA പറഞ്ഞത് നീ എന്നുണ്ടെങ്കിൽ കുടിച്ച് ലെക്കായിട്ട് നിൽക്കുകയാണെന്ന്, അതുകൊണ്ടാണ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഒരു കാര്യം ചെയ്ത് നീ ഫ്രഷ് ആയിട്ട് വാ, നിനക്ക് വേണ്ടി ഞാൻ ഫുഡൊക്കെ എടുത്ത് വെക്കാമെന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ ഒന്ന് നിന്നേ, അല്ല നൈറ്റ് ഞാൻ കുടിച്ചിട്ട് എന്തെങ്കിലും എംബാരസിംഗ് ആയിട്ട് വല്ലതും ചെയ്തോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മറച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവൻ്റെ ഷോൾഡറിൽ ഒരു പൂജ മാന്തി പോലെയുള്ള ഒരു പാട് കാണുവാണ്. പിന്നെ നമ്മുടെ സാമിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവൻ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. കുടിച്ച് ലെക്കായിട്ട് നമ്മുടെ സാമിനെ തന്നാന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുമ്പോൾ തന്നെ അവനാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവനെ കയറി ഹഗ് ചെയ്ത് നമ്മുടെ തന്നീന് താഴെ കിടത്തിയിട്ട് അവൻ മേളിൽ കയറി കിടക്കുവാണ്. നമ്മുടെ തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്തുവാടായി ചെയ്യാൻ പോകുന്നത് നിനക്ക്. അതിന് നമ്മുടെ സാം പറയുന്നത് നീ മിണ്ടാതെ അവിടെ കിടക്ക്, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ചെന്ന് കിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ആളാരാ മുതൽ കിട്ടിയ ചാൻസല്ലേ അവനും കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡ്രസ്സൊക്കെ ഊരാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി വലിച്ചു വാരി ഊരി എറിയുന്നുണ്ട്. ആക്ച്വലി എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോൾ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ശരിയാണ് വന്നത്, അത്രയ്ക്ക് കോമഡി സീനായിരുന്നു. അങ്ങനെ ആലോചിക്കുന്നത് നമ്മുടെ സാമിൻ്റെ അടുത്ത് തന്നെ നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോവാണ്. അങ്ങനെ പറഞ്ഞതുപോലെ നമ്മുടെ സാമിന് ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഫുഡ് എടുത്ത് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമിന് ഇഷ്ടപ്പെട്ട ഫുഡാണ്. നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് നമ്മൾ തന്നീനോട് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല, ഞാൻ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, നിനക്കിത് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയണേ. എന്നാൽ പിന്നെ ഓക്കെ ഞാൻ തന്നെ നിനക്ക് ഫീഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നു. അതേസമയം ഇവിടെ കാണിക്കുന്ന മൈക്കിനെയാണ്. മൈക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. അവന് നന്നായിട്ട് തന്നെ തലവേദന എടുക്കുന്നുണ്ട്. എങ്ങനെ തലവേദന എടുക്കാതിരിക്കും, ഇത്രയ്ക്കാണല്ലോ കുടിച്ചിട്ടുണ്ടായിരുന്നത് മുമ്പത്തെ ദിവസം. അങ്ങനെ അവൻ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയെങ്കിലും ജാക്കിനെ കാണുന്നില്ല. നേരെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരു കവർ വെച്ചിട്ടുണ്ട്. കവറിലാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടും വെച്ചേപ്പുണ്ട്. എഴുന്നേറ്റ് ഉടനെ തന്നെ ഫുഡ് കഴിക്കണം, ഞാൻ വീട്ടിലേക്ക് പോവാണ്, തിരിച്ചു വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈക്കിൻ്റെ മുഖത്ത് ചെറിയൊരു സ്മൈലും കാണാം. പിന്നെ കാണിക്കുന്ന ഇവിടെ ഡേറ്റിങ്ങിന് വന്ന ആൾക്കാരെയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ഫസ്റ്റ് സ്പ്രൈറ്റും ആണ്. ഫസ്റ്റ് ഡ്രിങ്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റ് ആണ്. ഫസ്റ്റ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇതെന്താ ഒരെണ്ണം എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ രണ്ടുപേരും ബോയ് ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ പിന്നെ ഒരു ബോട്ടിൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്പ്രൈറ്റ് ഫസ്റ്റ് അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. സ്പ്രൈറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അവന് കൊടുക്കുമോ എന്നുള്ള മട്ടിൽ. അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി ഒരു വള്ളത്തിൽ വന്നിരിക്കുകയാണ്. വള്ളത്തിൽ വന്നിരുന്ന പോലെ തന്നെ ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ജാക്ക് റോസും കൂടിയൊക്കെ സംസാരിക്കത്തില്ലേ, അതേമാതിരി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അടിച്ച് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഒരു വള്ളത്തിൽ ഇരിക്കുന്നതെന്ന്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ തലയിടുന്നുണ്ട്. പെട്ടെന്നാണ് പുറകെ നിന്നുകൊണ്ട് വാച്ച്മാൻ വിളിച്ച് പറയുന്നത് നിങ്ങൾ എന്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ അതിലൊന്നും കയറാനൊന്നും പാടില്ല എന്ന്. ഇവന്മാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവർ തമ്മിലുള്ള കുറച്ച് കളിയും ചിരിയൊക്കെയാണ്. അങ്ങനെ അടുത്ത ദിവസമാണ് കൊച്ചു കൊടുത്ത ലീവിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈ ലോക്കർ റൂമിൽ നിൽക്കുന്നത് നമ്മുടെ സാൽമോൺ സി ആണ്. സി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സി തന്നെയാണ്, നമ്മുടെ സ്പ്രൈറ്റ് അല്ല. അപ്പോൾ നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ സി എടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, നീ ഓക്കെ ആയോ എന്നൊക്കെ. അതിന് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാൽമോണിൻ്റെ കൈയുടെ പുറത്തേക്ക് കൈ വെച്ചിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നീയല്ല എന്നെ കെയർ ചെയ്തത്, അപ്പോൾ പിന്നെ എൻ്റെ അസുഖം മാറായിരിക്കുമോ, എൻ്റെ എല്ലാ അസുഖവും മാറിയെന്നൊക്കെ. ഇതേക്ക് നമ്മൾ സാൽമോൺ ആണെന്നുണ്ടെങ്കിൽ ഷൈ ആവുന്നുണ്ട്. അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ സാൽമോണിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഇവരിങ്ങനെ താങ്ക്സ് പറയുന്ന കറക്റ്റ് ടൈം തന്നെ അവിടേക്ക് നമ്മുടെ ഫസ്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് പുറത്ത് നിന്നത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവന് നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ നീ വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ സാൽമോൺ സി എടുത്ത് പറയുന്നുണ്ട്. സി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ട് പെട്ടെന്ന് പോയി നമ്മുടെ സിയുടെ കൈ കയറി പിടിച്ചിട്ട് എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ
സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് ഇറങ്ങിപ്പോണ്. സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ച് പെട്ടെന്ന് പിടിച്ച് നിർത്തിയിട്ട് എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം. നിനക്ക് സാൽമോൻ്റെ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ സിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതൊന്നും നീ തിരക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റിൻ്റെ അവസ്ഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതിനുശേഷം അവിടേക്ക് നമ്മൾ സ്പ്രൈറ്റ് വരുവാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഫസ്റ്റിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്, വേറെ ഒരാൾ വരാനുണ്ട്, നീ വേറെ എവിടെയെങ്കിലും പോയി ചെന്നിരിക്കാൻ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സ്പ്രൈറ്റ് പാവം അവനങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. ഡെഡ് എന്നാലും ഫസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ കള്ളം പറഞ്ഞെന്നൊക്കെ. അങ്ങനെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കുകയാണ്. അടുത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാം പയ്യൻ വന്നിരിക്കുന്നുണ്ട്. പാവം നമ്മുടെ സാം. നമ്മുടെ സ്പ്രൈറ്റ് എപ്പോഴൊക്കെ ഒറ്റയ്ക്കാവുന്നുണ്ടോ അപ്പോഴെല്ലാം അവൻ്റെ കൂടെ കാണും നമ്മുടെ സാം അന്നേരം ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം, പിന്നെ വഴക്കിട്ടോ എന്നൊക്കെ. അതിന് നമ്മുടെ സ്പ്രൈറ്റിന് കാര്യമൊന്നും അറിയത്തില്ലല്ലോ. അവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ വഴക്കിട്ടില്ല, എന്താ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലാന്ന്. നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കാണുമെന്ന് സാം പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ. മുമ്പാണെന്നുണ്ടെങ്കിൽ സി അങ്ങനെയൊക്കെ ചെയ്തായിരുന്നല്ലോ, പക്ഷെ നമ്മുടെ സ്പ്രൈറ്റിന് കാര്യമൊന്നും അറിയത്തില്ല. പിന്നെ കാണെങ്കിൽ നമ്മുടെ ഫസ്റ്റിനാണ്, അവൻ വാഷ്റൂമിൽ നിൽക്കുകയാണ്. അവന് നല്ല രീതിയിൽ തന്നെ വിഷമം വരുന്നുണ്ട് നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയില്ലേ. അന്നേരം അവൻ ആലോചിക്കുന്നത് ഇവർ രണ്ടൊരു കുട്ടിയായിരിക്കുമ്പോൾ, അതായത് നമ്മുടെ സ്പ്രൈറ്റ് അല്ല സിയും നമ്മുടെ ഫസ്റ്റും കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായിട്ട് അവർ തമ്മിൽ മീറ്റ് ചെയ്തത്, പിന്നെ അതിനുശേഷം അവർ വളർന്നതിന് ശേഷം എപ്പോഴും വഴക്കുണ്ടാകത്തില്ലേ അതൊക്കെ. പിന്നെ അതിനുശേഷം നമ്മുടെ സ്പ്രൈറ്റ് വന്നതിന് ശേഷം അവനോട് പാച്ചപ്പ് ആവാൻ വേണ്ടി നമ്മുടെ സ്പ്രൈറ്റ് ഒരുപാട് ശ്രമിച്ച കാര്യങ്ങൾ, അതിനുശേഷം നമ്മുടെ ഫസ്റ്റിനെ കെയർ ചെയ്ത കാര്യങ്ങൾ, പിന്നെ ലാസ്റ്റ് നടന്നില്ലേ രണ്ടുപേരും തമ്മിൽ ഇൻറ്റിമേറ്റ് ആയില്ലേ, ആ കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോൾ ആലോചിക്കുന്നത്. അതൊക്കെ ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രോമ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പ്രൈറ്റ് എറിയുന്ന ബോൾ അവൻ്റെ കവിളിലേക്ക് വന്ന് തട്ടുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. കോച്ചും ബാക്കി എല്ലാവരും ഓടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റി നീ ഓക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ടോമ എന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സ്പ്രൈറ്റ് ആണെങ്കിൽ തൊട്ട് കുറേ വെച്ച് പിടിക്കുന്നുണ്ട്, ഞാൻ അവനെ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട്. ഇവിടെ നമ്മുടെ ടോമ എന്നുണ്ടെങ്കിൽ ലോക്കർ റൂമിൽ നിന്ന് ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യണം, മെഡിക്കൽ ഫീസ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചുകൊണ്ട് തരാം പ്ലീസ്, അമ്മയെ നല്ല തന്നെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെന്തോ ക്യാഷിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ സ്പ്രൈറ്റ് അവിടേക്ക് വരുന്നത്. സ്പ്രൈറ്റ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ എന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് പറയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തനിയെ നിൽക്കുന്നതെന്ന് നമ്മുടെ സ്പ്രൈറ്റ് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കൊരു കോൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് തനിയെ വന്ന് നിന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മേലെ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ഇവനെ വാച്ച് ചെയ്യാണ്. പിന്നെയും ടോമ ആരുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ടീമിലുള്ള ആർക്കും ഇത് അറിയത്തില്ല, കോച്ച് അറിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാവും, എനിക്ക് ക്യാഷ് മാത്രം മതി, അതിനുവേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ. ഇത് കേട്ടോണ്ട് നമ്മുടെ സ്പ്രൈറ്റ് കുറേ ഒളിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒളിക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ ഈ ഒരു മൂമെൻറ്റ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പോൾ ഓക്കെ വേവ്സ് ടാറ്റാ ബൈ ബൈ.